അഭിമാനമുള്ളവരായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് വന്ദേ മാതരം സോങ്ങിൻ്റെ 150-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പൂർണ്ണമായും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ കിട്ടാവുന്ന അറിവുകൾ നേടിയെടുക്കുക. ഡോക്ടർ കാറ്റീന ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ DM അനന്തകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹിന്ദി വിഭാഗം വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം വന്ദേ മാതരത്തിൻ്റെ 150-ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏകദേശം 20 വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. ആ 20 വർഷം കഴിഞ്ഞ് ഞാൻ ജനിക്കുന്ന സമയത്ത്, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ തീജ്വാല അണഞ്ഞിട്ടില്ല. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു സമരം കഴിഞ്ഞതിൻ്റെ ഒരു ഫീലിംഗ്, സമരം കഴിഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയ ഒരു ഫീലിംഗ്, ഒരു വല്ലാത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആഘോഷം നമ്മുടെ രാജ്യത്ത് അന്ന് നിലവിലുണ്ടായിരുന്നു. അന്ന് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരെ എല്ലാം നമ്മൾ പരിചയപ്പെടുകയും അത് വേൾഡ് ഹിസ്റ്ററി ജവഹർലാൽ നെഹ്റു എഴുതിയാണ്. ജവഹർലാൽ നെഹ്റുവിനെ ജയിലിൽ പിടിച്ചിട്ട് ആ പുസ്തകം എഴുതും. അങ്ങനത്തെ മഹാത്മാഗാന്ധി ഇഷ്ടംപോലെ പുസ്തകം എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വല്ലാത്ത തീജ്വാല ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ നമുക്കറിയാം, മഹാനായ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി സഭ ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി കിട്ടി ആദ്യമായി പോകുന്നത് ബംഗാളിലാണ്. ഇപ്പോൾ ബംഗാളിൽ ചെല്ലുമ്പോൾ ബംഗാളെന്നും ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ആദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന സങ്കല്പം കൊണ്ടുവന്നത്. കാരണം പഠിച്ചവർക്കല്ലേ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയൂ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. അപ്പോൾ അഭിമാനമുള്ളവർക്കാണ് സ്വാതന്ത്ര്യ പ്രശ്നം മനസ്സിലാവുന്നത്. അപ്പോൾ അഭിമാനമുള്ളവർക്ക്, അപ്പോൾ അങ്ങനെ പഠിച്ചവരുടെ ഇടയിലാണ് യഥാർത്ഥത്തിൽ, അതായത് നമ്മളൊക്കെ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് യഥാർത്ഥം. ഇംഗ്ലീഷ് കൃതികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇംഗ്ലീഷ് കൃതികൾ കാലഘട്ടം ഉണ്ടായിരുന്നുവെന്നും ആ കാലഘട്ടത്തിൽ ഏത് നിമിഷവും ഒരു ജനതയ്ക്ക് ഒരു യുദ്ധത്തിന് റെഡിയായിരിക്കണമെന്നും അത് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു യുദ്ധമായിരിക്കും. അങ്ങനെ ഒരു യുദ്ധം ചെയ്താണ് നമ്മുടെ സ്വാതന്ത്ര്യവും എല്ലാം നേടിയത്, നമ്മുടെ ഭരണഘടന നേടിയത്, നമ്മളുടെ രാജ്യത്തിൻ്റെ യശസ് നേടിയത്. ഇന്ന് നമ്മൾ ഇത്ര സ്വതന്ത്രമായി ഈ കോളേജിലിരുന്ന് ഇങ്ങനെയൊക്കെ ഇത് കേൾക്കണമെങ്കിൽ അതിന് ഒരു കാരണം നമ്മുടെ സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഭിമാനികൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കാനേ സാധിക്കില്ല എന്ന് കവികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. കാരണം നമ്മൾ അധികാരപ്രയോഗം നടത്താതെ എല്ലാവർക്കും സൗകര്യമുള്ള, എല്ലാവർക്കും അവരവരുടെ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഉജ്ജ്വലമായ വിജയമാണ്. ആ വിജയത്തെ നമ്മൾ ആരും, ഇപ്പം ഞാൻ പങ്കെടുത്തിട്ടില്ല, നിങ്ങളും ആരും ഇതിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ അസംഖ്യം ആളുകൾ ഇതിനകത്ത് വീണുപോയിട്ടുണ്ട്. അവർ സ്വാതന്ത്ര്യ സമരം നയിച്ച അവരുടെ കുടുംബം തന്നെ അനാഥമായിട്ടുണ്ട്. അതിൽ ചിലരുടെയൊക്കെ പേര് മാത്രമേ നമ്മൾ വെളിയിൽ അറിയുന്നുള്ളൂ, എന്നാൽ ആ പേരറിഞ്ഞുകൂടാത്ത എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആദരണീയനായ മഹാത്മാഗാന്ധി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനന്തകുമാർ സാർ, ഹിന്ദി വിഭാഗം അധ്യക്ഷ ഡോക്ടർ ഗായത്രി ടീച്ചർ, പ്രിയപ്പെട്ട സഹാധ്യാപകരെ, ഇത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രാജ്യമെന്നും വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം വളരെ ശക്തമായ രീതിയിൽ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ മഹാത്മാഗാന്ധി കോളേജിനും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു സൗഭാഗ്യം തന്നെയാണ്.
സാറ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ആദ്യമായിട്ട് വന്ദേ മാതരത്തിൻ്റെ ഒരു ചടങ്ങ് നടത്തുന്നത് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. വന്ദേ മാതരം എന്ന് ഇപ്പോഴത്തെ തലമുറ ഇതുപോലുള്ള ചടങ്ങുകളിലൂടെ മാത്രമേ കേട്ടിട്ടുള്ളൂ എങ്കിൽ ഞങ്ങളുടെ തലമുറ ആകാശവാണിയിലൂടെ പുലർകാലം മുതൽ അത് ആരംഭിക്കുന്നത് വന്ദേ മാതരം ഗാനത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിതൊരു പുതുമയുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് ആകാശവാണി അതിൻ്റെ ആരംഭം തന്നെ വന്ദേ മാതരത്തിലൂടെ ആചരിക്കുന്നത് എന്ന് പറയുന്നത്, ഒരു പക്ഷേ ലോകമെമ്പാടുമുള്ള മലയാളി അല്ല, നമ്മുടെ ഇന്ത്യക്കാരിൽ ഒരു രാജ്യസ്നേഹം വളരട്ടെ, അല്ലെങ്കിൽ രാജ്യത്തോടുള്ള ഒരു പ്രതിപത്തി ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കണം. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ ആകാശവാണി ഓപ്പൺ ചെയ്യുന്നത് വന്ദേ മാതരത്തിലൂടെ